الله أكبر الله أكبر الله أكبر الله أكبر أشهد أن لا إله إلا الله أشهد أن لا إله إلا الله أشهد أن محمدًا رسول الله أشهد أن محمدًا رسول الله حي على الصلاة حي على الصلاة حي على الفلاح حي على الفلاح الله أكبر الله أكبر لا إله إلا الله السلام عليكم ورحمة الله. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم
صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. قل يا عبادي الذين أسرفوا على أنفسهم لا تقنطوا من رحمة الله إن الله يغفر الذنوب جميعا إنه هو الغفور الرحيم. وأنيبوا إلى ربكم وأسلموا له من قبل أن يأتيكم العذاب ثم لا تنصرون. इन आयात का तर्जुमा यह है कि तू कह दे कि ऐ मेरे बंदो जिन्होंने अपनी जानों पर ज्यादती की है अल्लाह की रहमत से मायूस ना हो. ഈ ആയത്തുകളുടെ തർജ്ജമ ഇപ്രകാരമാണ്: നീ പറയുക, തങ്ങളുടെ സ്വന്തം ആത്മാക്കളോട് അമിതത്വം പ്രവർത്തിച്ച എന്റെ ദാസരെ, അള്ളാഹുവിന്റെ കാരുണ്യത്തെക്കുറിച്ച് നിങ്ങൾ നിരാശപ്പെടരുത്. നിശ്ചയമായും അള്ളാഹു എല്ലാ പാപങ്ങളും പുറത്തു കൊടുക്കുന്നതാണ്. തീർച്ചയായും അവൻ വളരെ പൊറുക്കുന്നവനും കരുണാമയനുമാകുന്നു. നിങ്ങൾക്ക് ശിക്ഷ വന്നെത്തുന്നതിനു മുമ്പേ നിങ്ങളുടെ നാഥനിലേക്ക് മടങ്ങുകയും അവന് പൂർണ്ണമായും കീഴ്പ്പെട്ട് ജീവിക്കുകയും ചെയ്യുക. ശിക്ഷ വന്നെത്തിയാൽ പിന്നെ നിങ്ങൾ സഹായിക്കപ്പെടുകയില്ല. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല വിവിധ ആയത്തുകളിൽ വിവിധ വിഷയങ്ങൾ വിവരിച്ചുകൊണ്ട് തന്റെ ദാസരോട് പറയുന്നു, അവൻ വളരെയധികം പുറത്തു കൊടുക്കുന്നവനും അനന്തമായി കരുണ ചെയ്യുന്നവനുമാണ്. ഞാൻ ഓതിക്കൽപ്പിച്ച ആയത്തുകളിൽ ആദ്യത്തെ ആയത്തിൽ ഇതാണ് വിവരിക്കുന്നത്: തിന്മ കാരണം അള്ളാഹുവിന്റെ ശിക്ഷയോർത്ത് ഭയപ്പെടുന്ന വ്യക്തിക്ക് അള്ളാഹുവിന്റെ റഹ്മത്തിനെ ആകർഷിക്കാനും അള്ളാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് പൊറുക്കലിൽ നിന്നും അനുഗ്രഹം കരസ്ഥമാക്കാനും ഉള്ള ഒരു മനോഹര സന്ദേശമാണ് ഇതിൽ ഉൾക്കൊള്ളുന്നത്. അള്ളാഹു പറയുന്നു, എന്റെ ദാസരെ, എന്റെ റഹ്മത്തിൽ നിന്നും ഒരിക്കലും നിരാശരാകരുത്. ഞാൻ മാലിക്കാണ്, ഉടമസ്ഥനാണ്. എനിക്ക് നിങ്ങളുടെ പാപങ്ങൾ പുറത്തു തരാനുള്ള കഴിവുണ്ട്. നിങ്ങളെ എന്റെ റഹ്മത്തിന്റെ പുതപ്പിൽ പുതക്കാനും കഴിവുണ്ട്. അതിനാൽ ഇത് മനോഹരമായ ഒരു സന്ദേശമാണ്. ഇത് പ്രതീക്ഷകളെ തട്ടി ഉണർത്തുകയും നിരാശകളെ അവസാനിപ്പിക്കുകയും ചെയ്യുന്നു. ഈ സന്ദേശമാണ് ജനങ്ങളോട് പറയുന്നത് നിരാശ പാപമാണെന്ന്. ഈ സന്ദേശമാണ് നമ്മെ ബലഹീനതകളിൽ നിന്നും രക്ഷിക്കുന്നതും ജീവിതത്തിലെ പരാജയങ്ങളിൽ നിന്നും അകറ്റി നിർത്തുന്നതും. കാരണം നിരാശയാണ് തിന്മ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതും ജീവിത പരാജയത്തിന് പലപ്പോഴും കാരണമായിത്തീരുന്നതും. എന്നാൽ അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ കുടക്കീഴിൽ വരുന്നവരിൽ നിന്നും നിരാശയും പരാജയം ഓടിയകലുന്നു. ഈ സന്ദേശമാണ് അള്ളാഹുവിന്റെ കൽപ്പനയനുസരിച്ച് നടക്കാനും അള്ളാഹുവിനോട് സ്നേഹം വെച്ച് പുലർത്താനുമുള്ള മാർഗം കാണിച്ചു തരുന്നത്. അങ്ങനെ നാം അള്ളാഹുവിന്റെ സ്നേഹം കരസ്ഥമാക്കിക്കൊണ്ട് അവന്റെ റഹ്മത്തിൽ നിന്നും അനുഗ്രഹം കരസ്ഥമാക്കിക്കൊണ്ടേ പോകുന്നതാണ്. അതുകൊണ്ട് ഈ സന്ദേശം വഴിതെറ്റിയ എല്ലാവർക്കുമുള്ള പ്രകാശദീപ്തമായ മാർഗമാണ്. ഈ സന്ദേശം ആത്മീയ മൃതർക്ക് ജീവിത സന്ദേശമാണ്.
ഈ സന്ദേശം പിശാചിന്റെ കരാളഹസ്തങ്ങളിൽ കുടുങ്ങിയവർക്ക് സ്വാതന്ത്ര്യത്തിന്റെ ശാന്തി മന്ത്രമാണ്. എന്തുമാത്രം സ്നേഹനിധിയാണ് നമ്മുടെ ദൈവം. അവൻ തന്റെ സ്നേഹത്തിന്റെ കാരുണ്യദൃഷ്ടി എപ്പോഴും നമ്മിൽ വർഷിക്കുന്നു. അവൻ തന്റെ വിശ്വാസികളോട് പറയുന്നു, വലാ തൈഅസൂ മിൻ റൗഹില്ലാ, അള്ളാഹുവിന്റെ കാരുണ്യത്തെ തൊട്ട് ഒരിക്കലും നിങ്ങൾ നിരാശരാകരുത്. ലാ യൈഅസൂ മിൻ റൗഹില്ലാഹി ഇല്ലൽ ഖൗമുൽ കാഫിറൂൻ, അള്ളാഹുവിന്റെ റഹ്മത്തിൽ നിന്നും നിഷേധികളല്ലാതെ മറ്റാരും നിരാശരാവുകയില്ല. അതിനാൽ വിശ്വാസത്തിന്റെ വാദമുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ റഹ്മത്തിനെയും പൊറുക്കലിനെയും എപ്പോഴും പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുക. മാനുഷികമായ ബലഹീനത കാരണത്താൽ ചില തിന്മകളിൽ അകപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വഴിപിഴച്ചവരിൽ പെട്ടവരല്ലോ, വഴികേടിലായവരല്ല നിങ്ങൾ. അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിന്നും നിരാശരാകുന്നവർ വഴികേടിലായവർ മാത്രമാണ്. അവർക്ക് അള്ളാഹുവിൽ ദൃഢവിശ്വാസം ഉണ്ടായിരിക്കുകയില്ല. അള്ളാഹുവിന്റെ റഹ്മാന്യത്തിൽ അവർക്ക് വിശ്വാസം ഉണ്ടായിരിക്കുകയില്ല. നിരാശ എന്നത് വഴികേടിലായവരുടേതാണ്. അള്ളാഹു പറയുന്നത് നോക്കുക, വമൻ യഖ്നതു മിൻ റഹ്മത്തി റബ്ബി ഇല്ലല്ലാഹൂൻ, വഴി വെച്ചവരല്ലാതെ വഴികേടിലായവരല്ലാതെ തന്റെ നാഥന്റെ കാരുണ്യത്തെ തൊട്ട് അവർ നിരാശരാകുകയില്ല. ആരാണ് നിരാശരാവുക? അതിനാൽ തീർച്ചയായും അസ്വസ്ഥരാവുകയെന്നവരും തങ്ങളുടെ അവസ്ഥ കാരണം പ്രയാസപ്പെടുന്നവർക്കും ഇതിനേക്കാളും സഹാനുഭൂതിയും ഹൃദയശാന്തിയും നൽകുന്ന സന്ദേശം മറ്റെന്താണുള്ളത്? നമ്മുടെ ദൈവം നമ്മുടെ ശാന്തിക്കായി പറയുന്നു, അവൻ നിങ്ങളുടെ തിന്മ കാരണത്താൽ നിങ്ങളെ ഉടൻ പിടിച്ച് ശിക്ഷിക്കുകയില്ല, മറിച്ച് വറബ്ബുക്കൽ ഗഫൂറു സുർറഹ്മ എന്നാണ് പറയുന്നത്. നിങ്ങളുടെ നാഥൻ വളരെയധികം പുറത്തു കൊടുക്കുന്നവനും വളരെയധികം കരുണ ചെയ്യുന്നവനുമാണ്. കാരണം കതബ റബ്ബുക്കും അലാ നഫ്സിഹിർ റഹ്മ, നിങ്ങളുടെ നാഥൻ നിങ്ങൾക്ക് കാരുണ്യം നൽകുമെന്ന് എഴുതി വച്ചിരിക്കുന്നു. അതിനാൽ നിങ്ങളുടെ അജ്ഞത കാരണം ചെയ്ത പാപങ്ങളെ അവൻ മാപ്പാക്കുന്നതാണ്. അതിനാൽ ഇസ്ലാഹിലേക്ക് ശ്രദ്ധിക്കുക. ഇസ്ലാഹ് ചെയ്തുകൊണ്ട് അവന്റെ റഹ്മത്തിലേക്ക് ദൃഷ്ടി പതിപ്പിക്കുകയാണെങ്കിൽ അവൻ ഗഫൂർ റഹീം ആയി കാണുന്നതാണ്. വളരെയധികം പൊറുക്കുന്നവനും വീണ്ടും വീണ്ടും കരുണ ചെയ്യുന്നവനുമായി അവനെ കാണുന്നതാണ്. അവൻ പൊറുക്കുന്നവനും കരുണ ചെയ്യുന്നവനും മാത്രമല്ല, പറയുന്നു വറഹ്മത്തി വസിഅത്ത് കുല്ല ഷൈഇൻ, എന്റെ റഹ്മത്ത് സർവത്തെയും വലയം ചെയ്തിരിക്കുന്നു. ഇവിടെ വിശ്വാസികളെ കുറിച്ചുള്ള കാര്യം മാത്രമല്ല പറയുന്നത്, ഈ റഹ്മത്ത് കാഫിര്യങ്ങൾക്കും ലഭിക്കുന്നു. അതിനാൽ മുഅ്മിനീങ്ങളിൽ ഇത് നിർബന്ധമായി തീരുന്നു. എല്ലാ പാപങ്ങളും പൊറുക്കാൻ അവന് കഴിയും, പൊറുക്കുകയും ചെയ്യും. അള്ളാഹു അതാണ് പറയുന്നത്. അവൻ മാലിക്കാൻ ഉടമസ്ഥനാണ്, മാപ്പാക്കാൻ ആരുടെയും നിബന്ധനകൾക്ക് വിധേയനല്ല അവൻ. എന്നാൽ അങ്ങനെയുള്ള കാരുണ്യവാരിധിയായ ദൈവത്തിന്റെ സ്നേഹം അവന്റെ കൽപ്പനയനുസരിച്ച് നടക്കാൻ, അവന്റെ കൽപ്പനകൾ നടപ്പിൽ വരുത്തി അവന്റെ സ്നേഹം വർദ്ധിപ്പിക്കാൻ നമ്മോട് ആവശ്യപ്പെടുന്നില്ലേ? അവന്റെ കൂടുതൽ സമീപത്തേക്ക് വരാൻ ഇത് ആവശ്യപ്പെടുന്നില്ലേ? അങ്ങനെ നമ്മുടെ തെറ്റുകളും പാപങ്ങളും ഇല്ലാതാക്കാൻ കഴിവിന്റെ പരമാവധി പരിശ്രമിക്കാൻ നമ്മോട് ആവശ്യപ്പെടുന്നില്ലേ? വിശുദ്ധ ഖുർആന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ, അതേപോലെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ നമുക്ക് എത്തിയിട്ടുള്ളതും എല്ലാം നമ്മോട് പറയുന്നത്
പരിഷ്കരിക്കപ്പെടാൻ കഴിയാത്തവരായി ആരും ഇല്ല എന്നാണ്. वो ഇസ്ലാഹ് ചെയ്യാൻ കഴിയാത്ത ആരുമില്ല. എല്ലാവരുടെയും സംസ്കരണം സാധ്യമാണ്. അള്ളാഹുവിന്റെ കാരുണ്യം കരസ്ഥമാക്കാൻ എല്ലാവർക്കും കഴിയുന്നതാണ്. അവൻ തന്റെ ഹൃദയത്തിലും പ്രവർത്തനത്തിലും തന്നിൽ ഒരു പരിശുദ്ധ മാറ്റം വരുത്താൻ പരിശ്രമിക്കണമെന്ന് മാത്രം. और मोहब्बत का लफ्ज तो कहीं इस्तेमाल ही नहीं हुआ, एक दो जगह इस्तेमाल हुआ है. കഴിഞ്ഞ ദിവസം ഡെൻമാർക്കിലെ ഒരു മതകാര്യങ്ങൾ എഴുതുന്ന പത്രത്തിൽ अपनी मर्जी और ഒരു സ്ത്രീ ഒരു ലേഖനം പ്രസിദ്ധീകരിച്ചു. मोहब्बत की वजह से है അതിൽ വിശുദ്ധ ഖുർആനെ കുറിച്ച് എഴുതിയത് ഈ ഖുർആനിൽ എപ്പോഴും ശിക്ഷയെക്കുറിച്ചാണ് പരാമർശിക്കുന്നത് എന്നാണ്. സ്നേഹം എന്നത് എവിടെയും പറഞ്ഞിട്ടില്ല. को सुबह के लिखकर या ഒന്ന് രണ്ട് സ്ഥലത്ത് മാത്രമാണുള്ളത്. ദൈവത്തിലുള്ള വിശ്വാസം ഒരാളുടെ സ്വന്തം ഇഷ്ടപ്രകാരവും ദൈവത്തോടുള്ള സ്നേഹം കാരണമായും ആയിരിക്കണം എന്ന് മുസ്ലിങ്ങൾക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല എന്നും എഴുതിയിട്ടുണ്ട്. करने की कोशिश की है. ചില ആയത്തുകളെ സന്ദർഭങ്ങളിൽ നിന്നും അടർത്തിയെടുത്ത് തെറ്റായ വ്യാഖ്യാനങ്ങൾ നൽകി लेकिन സ്വന്തം ഇഷ്ടപ്രകാരം തെളിവുകൾ എടുത്തുകൊണ്ട് जहां मोमिनीन അതിൽ വിവരിച്ചിട്ടുണ്ട്. അങ്ങനെ ഇസ്ലാം സമർപ്പിക്കുന്ന ദൈവത്തെ ശിക്ഷ നൽകാൻ ധൃതി കാണിക്കുന്ന കഠിനമായ ശിക്ഷ നൽകുന്ന ദൈവമായി അവർ ചിത്രീകരിച്ചിരിക്കുന്നു. इस्लाम की तरफ ഏതായിരുന്നാലും അതിന്റെ മറുപടി അവിടുത്തെ ജമാഅത്ത് നൽകുന്നതാണ്. എന്നാൽ ചില ഉദ്ധരണികൾ ഞാൻ സമർപ്പിച്ചതിൽ വിശ്വാസികൾക്ക് പ്രതീക്ഷ നിർഭരമായ സന്ദേശം നൽകുന്നതോടൊപ്പം ഇങ്ങനെയുള്ള ലേഖകർക്ക് तमाम सिफात पर ഇസ്ലാം വിരുദ്ധ ശക്തികൾക്ക് ഇസ്ലാമിനെതിരിൽ കളവ് പ്രചരിപ്പിക്കുന്നവർക്ക് ये भी उसका रहम है ഇസ്ലാമിനോടും ഖുർആാനോടും വിദ്വേഷം വെച്ച് പുലർത്തുന്നവർക്ക് कि बेइंतहा बदअतदालियों ഇവ മറുപടിയും നൽകുന്നു. അള്ളാഹു മാലിക്കാണ്, उन्हें सजा देने അവന് പുറത്തു കൊടുക്കുന്നു. ഈ സിഫത്ത് മറ്റെല്ലാ സിഫത്തുകളെയും വലയം ചെയ്തിരിക്കുന്നു. മാപ്പാക്കുന്നു, റഹം ചെയ്യുന്നു. की वजह से മനുഷ്യന്റെ जिद पर कायम അനന്തമായ അനീതിയും അക്രമവും में सजा मिले. എല്ലാം ഉണ്ടായിട്ടും मुसलसल ശിക്ഷിക്കുന്ന കാര്യത്തിൽ അവൻ ധൃതി കാണിക്കുന്നില്ല എന്നതും അവന്റെ കാരുണ്യമാണ്. फिर सजा मिलेगी. എന്നാൽ कानून कुदरत है, അക്രമത്തിലും दुनिया का भी कानून है. അതിൽ അതിരുകടക്കുകയും ചെയ്യുമ്പോൾ അതോടൊപ്പം അതിൽ തന്നെ പിടിച്ചു തൂങ്ങുകയും ചെയ്യുമ്പോൾ പിടിവാശി കാണിക്കുകയും ചെയ്യുമ്പോൾ അള്ളാഹു ശിക്ഷ ലഭിക്കുമെന്ന് പറയുന്നു. തുടർച്ചയായി ചെയ്തുകൊണ്ടേ പോവുകയാണെങ്കിൽ അതിൽ നിന്നും പിന്തിരിയുകയും ചെയ്യുന്നില്ലെങ്കിൽ തീർച്ചയായും ശിക്ഷ ലഭിക്കും. ലോകത്ത് ഇതല്ലേ നിയമമുള്ളത്? ताला ने अपनी रहमत എന്നാലും करने के बाद फरमाया അള്ളാഹു अगर फिर भी അങ്ങേയറ്റം കാരുണ്യം ചെയ്യുന്നവനാണ്. ഒരു കാലം വരും അന്ന് നരകം കാലിയായി തീരുന്നതാണ്. गुनाहों और जुल्मों അള്ളാഹുവിന്റെ റഹ്മത്ത് അത്രമാത്രം അനന്തമാണ്. लेकिन ये मेरी रहमत ഈ ആയത്തുകളിൽ बख्शिश है അള്ളാഹു जो तुम्हें തന്റെ പൊറുക്കലിനെയും കാരുണ്യത്തെയും പറഞ്ഞതിനു ശേഷം പറഞ്ഞത്, से बचो നിങ്ങൾ എന്റെ കാരുണ്യത്തിൽ നിന്നും പൊറുക്കലിൽ നിന്നും ഇനിയും ഫലമെടുക്കുന്നില്ലെങ്കിൽ, ഫലമെടുക്കാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ തിന്മക്കുള്ള ശിക്ഷ ലഭിക്കുന്നതാണ്. എന്നാൽ നിങ്ങളെ വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തുന്നത് എന്റെ റഹ്മത്തും പൊറുക്കലുമാണ്. करते हैं ഇതിൽ നിന്നും നിങ്ങൾ രക്ഷപ്പെടുക. फौज व अनाथ വല്ല ശിക്ഷയും വരുന്നതിന് മുമ്പേ നിങ്ങൾ രക്ഷപ്പെടുക. अपने मुल्कों के कानून जो बनाते हैं उसमें അക്രമം അതിരുകടക്കുമ്പോൾ എന്റെ ശിക്ഷയ്ക്ക് നിങ്ങൾ പാത്രമാകും. അതിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുക. ഇതിലും ആക്ഷേപിക്കുന്നവരുടെ वालों के बारे में ബുദ്ധി ശൂന്യത എന്നല്ലാതെ क्यों ये कहता है അവർ വിദ്വേഷത്തിലും പകയിലും മുന്നേറിയവരാണെന്നല്ലാതെ മറ്റെന്ത് പറയാൻ? അവർ നാട്ടിൽ നിയമം ഉണ്ടാക്കുമ്പോൾ कितना बख्शनहार है. അതിൽ അവിടെ തെറ്റുകാർക്ക് ശിക്ഷ നൽകണമെന്ന് അവർ നിയമമുണ്ടാക്കുന്നു. എന്നാൽ അള്ളാഹുവിന്റെ നിയമത്തെ ലംഘിക്കുന്നവർക്ക്, അക്രമത്തിലും അനീതിയിലും അതിര് കടക്കുന്നവർക്ക് അള്ളാഹു എന്തുകൊണ്ട് ശിക്ഷ നൽകുന്നു എന്നവർ ചോദിക്കുകയും ചെയ്യുന്നു. जिसने 99 कत्ल किए थे
ഇസ്ലാം സമർപ്പിക്കുന്ന ദൈവം अब ये मिसालें इसलिए दी എന്തുമാത്രം വിട്ടുവീഴ്ച ചെയ്യുന്നവനാണ്. रहमत के मुतालिक बताया അതിന്റെ വിശദീകരണം ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഹദ്റത്ത് അബൂ സഈദ് റളിയല്ലാഹു അൻഹു വിവരിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, एक राह ബനു ഇസ്രായേലിൽ ഒരാളുണ്ടായിരുന്നു, അദ്ദേഹം 99 ആളുകളെ കൊന്നു. कोई रास्ता नहीं। ഇവിടെ ഉദാഹരണങ്ങൾ പറയുന്നത് അള്ളാഹുവിന്റെ കാരുണ്യത്തെ കാണിക്കാനാണ്. അത് എന്നെന്നും നിലനിൽക്കുന്നതാണ്, कबूल हो सकती है कि नहीं। എന്നെന്നും ഉള്ളതുമാണ്. उसने कहा कि फलां അയാൾ 99 ആളെ കൊന്നു. അയാൾ പശ്ചാത്തപിക്കാൻ നിശ്ചയിച്ച് വീട്ടിൽ നിന്നും ഇറങ്ങി ഒരു റാഹിബിന്റെ അടുത്ത് പോയി ചോദിച്ചു, എന്റെ പശ്ചാത്താപം സ്വീകരിക്കുമോ? റാഹിബ് പറഞ്ഞു, ഇല്ല. അപ്പോൾ ആ വ്യക്തി റാഹിബിനെയും കൊന്നു. मर के गिरा അയാൾ വീണ്ടും തന്റെ പശ്ചാത്താപത്തെ കുറിച്ച് എന്റെ പശ്ചാത്താപം സ്വീകരിക്കുമോ എന്ന് അന്വേഷിച്ചുകൊണ്ട് നടന്നു. അപ്പോൾ ഒരാൾ അദ്ദേഹത്തോട് പറഞ്ഞു, ഇന്ന നാട്ടിലേക്ക് പോവുക. अल्लाह ताला ने അദ്ദേഹം അതനുസരിച്ച് ആ നാട്ടിലേക്ക് പോവുകയായിരുന്നു. വഴിയിൽ അദ്ദേഹത്തിന് മരണം വന്നു. അദ്ദേഹം തന്റെ നെഞ്ചിനെ से वो जा रहा ആ നാട്ടിലേക്ക് തിരിച്ചു വെച്ചു. മരിച്ച് വീണത് ആ നാട്ടിലേക്ക് തിരിഞ്ഞുകൊണ്ടാണ്. दिया റഹ്മത്തിന്റെ മലക്കുകളും ശിക്ഷയുടെ മലക്കും അദ്ദേഹത്തെ കുറിച്ച് തർക്കിക്കാൻ തുടങ്ങി. അള്ളാഹു അദ്ദേഹം പശ്ചാത്തപിക്കാനായി പോകുന്ന ആ പ്രദേശത്തോട് കൽപ്പിച്ചു, गुनाह बख्श നീ ഇദ്ദേഹത്തിന്റെ അടുത്തേക്ക് വരിക. ഏതൊരു നാട്ടിൽ നിന്നാണോ അദ്ദേഹം പുറപ്പെട്ടിരുന്നത് അതിനോട് അകലാനും പറഞ്ഞു മലക്കുകളോട്. എന്നിട്ട് അള്ളാഹു പറഞ്ഞു, ഈ 2 നാടുകളും ഇടയിലുള്ള ആ അകലം അളക്കുക. बख्शने को അപ്പോൾ ഏതൊരു നാട്ടിലേക്കാണോ പോയിക്കൊണ്ടിരുന്നത്, പാപ മോചനത്തിനായി हदीस है। പോയിക്കൊണ്ടിരുന്നത്, ആ നാട്ടിനോട് ഒരു ചാൺ കൂടുതൽ അദ്ദേഹം അടുത്തായിരുന്നു. അള്ളാഹു ഈ ഒരു കാരണത്താൽ അദ്ദേഹത്തിന് പുറത്തു കൊടുക്കുകയുണ്ടായി. ചുരുക്കത്തിൽ ശിക്ഷയ്ക്ക് പകരം പുറത്തു കൊടുക്കാൻ ഇഷ്ടപ്പെടുന്ന ദൈവമാണ് ഇസ്ലാം സമർപ്പിക്കുന്ന ദൈവം. അവന്റെ റഹ്മത്ത് പ്രവിശാലമാണ്. മറ്റൊരു ഹദീസ് നോക്കുക. और मुझसे ഹസ്രത്ത് അബൂ ദർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്നും റിവായത്ത് ചെയ്യുന്നു, तेरी खताएं बख्श दूं, ആ മഹാത്മാവ് बच्चे तेरी खताएं जमीन के बराबर भी क्यों ना हो। തന്റെ അത്യുന്നതനായ നാഥനെ കുറിച്ച് പറഞ്ഞു, അള്ളാഹു പറയുന്നു, जमीन भर ആദമിന്റെ മകനെ, लूंगा। നീ എന്നോട് ദുആ ചെയ്യുന്നില്ല, എന്നോട് പ്രതീക്ഷ വെക്കുകയും ചെയ്യുന്നില്ല. എന്നാൽ നീ ശിർക്ക് ചെയ്യാതിരുന്നാൽ നിന്റെ പാപങ്ങൾ ഞാൻ പുറത്തു തരുന്നതാണ്. നിന്റെ പാപങ്ങൾ ഭൂമിയോളം പ്രവിശാലമായെങ്കിലും ശരി, ഞാൻ നിന്നെ ഭൂമി മുഴുവൻ പൊറുക്കലുമായി നിന്നെ സമീപിക്കുന്നതാണ്. ये है अल्लाह ताला जो इस्लाम का खुदा है। നീ ആകാശത്തോളം പാപം ചെയ്തിട്ടുണ്ടെങ്കിലും നീ എന്നോട് പാപപ്പൊറുതിക്കായി തേടിയാൽ അതും ഞാൻ നിനക്ക് പുറത്തു തരുന്നതാണ്. ഞാൻ അല്പം പോലും അനിഷ്ടം പ്രകടിപ്പിക്കുകയില്ല. ये भी है कि हर साल रमजान में इसके बख्शिश ഇതാണ് के बख्शिश के दरवाजे ഇസ്ലാം സമർപ്പിക്കുന്ന ദൈവം. അവൻ പുറത്തു കൊടുക്കുന്നവനാണ്. മുഅ്മിനീങ്ങളായ की നമ്മിൽ എന്തുമാത്രം അനുഗ്രഹമാണ് അള്ളാഹു ചെയ്തത്. एक रिवायत यूं बयान हुई, അതിലൊന്ന്, എല്ലാ വർഷവും शबान कहते हैं റമദാനിൽ बिन अब्दुल रहमान അവന്റെ പൊറുക്കലിന്റെ കവാടം कोई ऐसी बात കൂടുതലായി जो आपने अपने वालिद से सुनी തുറന്നു കൊടുക്കുന്നു എന്നുള്ളതാണ്. माह रमजान के बारे में आ हजरत सल्लल्लाहु अलैहि वसल्लम से റമദാനിൽ അള്ളാഹുവിന്റെ പൊറുക്കലിനെ കുറിച്ചും बिन अब्दुल रहमान ने कहा, हाँ റഹ്മത്തിനെ കുറിച്ചും ഒരു റിവായത്തിൽ കാണുന്നു. कि रसूल നദർ ബിൻ ഷാബാൻ പറയുന്നു, ഞാൻ അബൂ സൽമ ബിൻ അബ്ദുറഹ്മാനോട് പറഞ്ഞു, रमजान के रोजे നിങ്ങൾ നിങ്ങളുടെ പിതാവിൽ നിന്നും കേട്ട കാര്യം तुम्हारे लिए എന്നോട് പറയണം. അത് അദ്ദേഹം റമദാനിനെ കുറിച്ച് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് നേരിട്ട് കേട്ടതായിരിക്കണം. അബൂ സൽമ ബിൻ അബ്ദുറഹ്മാൻ പറയുന്നു, എന്നോട് എന്റെ പിതാവ് വിവരിച്ചു, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹു തബാറക വ തആല റമദാനിലെ നോമ്പ് ഫർളാക്കിയിരിക്കുന്നു. അതിന്റെ ഖിയാം നിങ്ങൾക്ക് ഞാൻ തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് ആരാണോ വിശ്വാസത്തോടും പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ടും ഇതിലെ നോമ്പെടുക്കുന്നത്, അവൻ പാപത്തിൽ നിന്നും നവജാത ശിശുവിനെ പോലെ പരിശുദ്ധനായി പുറത്ത് വരുന്നതാണ്. ताकि अपने बंदों അതിനാൽ को गुनाह बख्शे। ജാഹിലീങ്ങൾക്ക് ഇസ്ലാമിന്റെ ദൈവം എങ്ങനെ തോന്നുന്നു എന്നതിൽ നമുക്ക് ഒന്നുമില്ല. वाले से നമുക്ക് അറിയാവുന്നത് നമ്മുടെ ദൈവം इसमें रमजान की बरकत നമ്മുടെ മാതാപിതാക്കളെക്കാളും കൂടുതൽ നമ്മെ സ്നേഹിക്കുന്ന ദൈവമാണെന്നാണ്. നമുക്ക് പുറത്തു തരുന്ന ദൈവമാണ്. നമ്മളിലേക്ക് ഓടി വരുന്ന ദൈവമാണ്. रमजान के आखिरी रोज
करते हुए തന്റെ ദാസന്റെ പാപം പൊറുക്കുന്നതിനായി അവൻ ഓടി വരുന്നു. तुम पर एक अजीम और बाबरकत नहीं, റമദാനുമായി ബന്ധപ്പെട്ട മറ്റൊരു ഹദീസുണ്ട്. इसमें एक അതിൽ റമദാന്റെ അനുഗ്രഹങ്ങൾ വിവരിച്ചിട്ടുണ്ട്. अल्लाह ताला ने സൽമാൻ റളിയല്ലാഹു അൻഹു വിവരിക്കുന്നു, और इसकी रातों റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഷഹബാന്റെ അവസാന ദിവസം സംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു, ജനങ്ങളെ, നിങ്ങളിൽ മഹത്വപൂർണമായ അനുഗ്രഹീതമായ ഒരു മാസം ഇതാ വരാൻ പോകുന്നു. അതിൽ 1000 മാസത്തേക്കാളും ശ്രേഷ്ഠമായ ഒരു രാത്രിയുണ്ട്. അള്ളാഹു അതിൽ നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നു. അതിലെ രാത്രികളിൽ നമസ്കരിക്കുന്നതിനെ നഫലാക്കിയിരിക്കുന്നു. मग़फ़िरत का मूजिब है और आखिरी अशरा जहन्नम से निजात दिलाने वाला है। और जिसने इस ഹുവ रोज़ेदार को ഷഹ്റുൻ അവ്വലുഹു റഹ്മത്തുൻ വഔസതുഹു മഗ്ഫിറത്തുൻ വആഖിറുഹു ഇത്ഖും മിനന്നാർ. कभी प्यास न लगेगी। ആ മാസത്തിന്റെ ആദ്യ 10 റഹ്മത്തിന്റേതാണ്. ऐसी है അതിലെ ഇടയിലെ 10 മഗ്ഫിറത്തിന്റെ 10ആണ്. न करने की അവസാന 10 നരകത്തിൽ നിന്ന് മോചനം നേടി കൊടുക്കുന്ന 10ആണ്. ഈ മാസത്തിൽ ആരാണോ നോമ്പുകാരന് ഭക്ഷണം നൽകിയത് अल्लाह की इबादत की അവർക്ക് അള്ളാഹു എന്റെ ഹൗലിൽ നിന്നും കുടിക്കാൻ പാനീയം നൽകുന്നതാണ്. അത് കുടിച്ചാൽ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതുവരെ ഒരിക്കലും അവന് ദാഹമുണ്ടാവുകയില്ല. ഈ മഗ്ഫിറത്ത് എന്നാൽ കഴിഞ്ഞ പാപങ്ങൾ പൊറുക്കപ്പെടും, जो जन्नत में ले जाने वाले हैं। ഭാവിയിൽ പാപം ചെയ്യാതിരിക്കാനുള്ള ശക്തിയും ലഭിക്കുന്നതാണ്. റമദാനോടുള്ള കടമ നിറവേറ്റിക്കൊണ്ട് നോമ്പ് എടുക്കുകയാണെങ്കിൽ ഇത് അള്ളാഹു നൽകുന്നതാണ്. और ये अशरा तो നഫലുകളും അനുഷ്ഠിക്കണം. इसने लिए हुए है അള്ളാഹുവിനെ ആരാധിക്കുകയും വേണം. അള്ളാഹു നമുക്കായി ഓരോ ഘട്ടത്തിലും നമ്മെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള ഏർപ്പാടുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. जलवे റമദാനിലൂടെയാണ് നാം കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത്. 2ാം 10 കഴിയാറായി, 3ാം 10 തുടങ്ങാറായി. നാളെയോ മറ്റന്നാളോ ഈ അവസാന 10 അനുഗ്രഹപൂർണമാണ്. കാരണം ലൈലത്തുൽ ഖദ്റിന്റെ രാവ് ഈ 10ലാണുള്ളത്. അത് ദുആ സ്വീകാര്യതയുടെയും ദാസനെ ദൈവത്തിന്റെ സമീപത്തേക്ക് എത്തിക്കുന്നതും हिस्सा बनाने की भी खास जरूरत ദൈവപ്രഭ പ്രകടമാക്കുകയും ചെയ്യുന്ന अल्लाह ताला की രാത്രിയാണ്. അതിനാൽ ഈ 10ൽ നമ്മുടെ मुझसे फैज ദുആയും ഇബാദത്തും ചെയ്യാൻ പ്രത്യേകമായി ഒരുങ്ങേണ്ടിയിരിക്കുന്നു. तौर पर इन दिनों में ഇതിൽ കരസ്ഥമാകുന്നത് ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റുകയും ചെയ്യുക. खासतौर पर इस आखिरी अशरे का हक അള്ളാഹുവിന്റെ പൊറുക്കലിന്റെയും अपनी बुराइयों കാരുണ്യത്തിന്റെയും അവകാശികളായി തീരാനായി से बचने के लिए ഈ ദിനങ്ങളിൽ मुतल्लिक തങ്ങളുടെ അവസ്ഥയെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുക. के निजात पाने के लिए റമദാനിനോടുള്ള കടമ നിറവേറ്റുക. कोशिश की जरूरत है। പ്രത്യേകിച്ച് ഈ അവസാന 10നോടുള്ള കടമ നിറവേറ്റുക. ये तो नहीं हो सकता कि कोई काम बगैर कोशिश के हो जाए। നമ്മുടെ പാപങ്ങൾ അകറ്റാനും तो आम असूल है। ഭാവിയിലുള്ള തിന്മകളിൽ നിന്നും അകലാനും हकीकी मोमिन നരകത്തിൽ നിന്നും बात की तवक्को की जाती है സ്ഥായിയായ മോചനം ലഭിക്കാനും से दी गई ഒരു പരിശ്രമമാണ് വേണ്ടത്. എന്തിനും പരിശ്രമിക്കണം. പരിശ്രമിക്കാതെ ഒന്നും നേടാൻ കഴിയില്ല. वसल्लम की तरफ से दिए गए ഇത് പൊതുനിയമമാണ്. उम्मीद अफ्ता पैगामों को सरसरी യഥാർത്ഥ വിശ്വാസിയിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് जब सुने तो उनका हिस्सा बनने की അവൻ അള്ളാഹുവിൽ നിന്ന് ലഭിക്കുന്ന സന്തോഷ വാർത്തകളിലും ये तड़प तभी फायदेमंद होगी അള്ളാഹുവിന്റെ സന്ദേശങ്ങളിലും के लिए തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ പ്രതീക്ഷാ നിർഭരമായ സന്ദേശങ്ങളെയും वाले होते हैं ഉപരിപ്ലവമായി കാണാതെ ले जाते हैं അതിനെ കേട്ടാൽ के मुताबिक और അത് തന്റെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റാനുള്ള ആവേശം തന്നിൽ ഉണ്ടാക്കുന്നതാണ്. ഈ ആവേശം പ്രയോജനപ്പെടുന്നത് बेशक അത് കരസ്ഥമാക്കാനായി നാം പ്രവർത്തിക്കുമ്പോഴാണ്. बेशक ഇത് പ്രയോജനപ്പെടുന്നത് नेकियों के कई गुना सवाब വിജയത്തിലേക്ക് ചെന്നെത്തിക്കുന്നത് बेशक रमजान ഈ ലക്ഷ്യം കരസ്ഥമാക്കാനായി നിശ്ചയിച്ചിരിക്കുന്ന രീതി അനുസരിച്ച് ചെയ്യുമ്പോഴാണ്. लेकिन അള്ളാഹുവിന്റെ फायदा റഹ്മത്ത് തീർച്ചയായും പ്രവിശാലമാണ്. जो एक लगन റമദാനിൽ की कोशिश करें നന്മക്ക് പല മടങ്ങ് പ്രതിഫലം ഉള്ളതാണ്. हम में से खुशकिस्मत हैं वो लोग റമദാൻ റഹ്മത്തിന്റെയും किस्मत वो लोग മഗ്ഫിറത്തിന്റെയും जो നരകത്തിൽ നിന്ന് വിദൂരപ്പെടുന്നതിനുമുള്ള കാരണമായി മാറുന്നതാണ്. എന്നാൽ ഇതിൽ നിന്നും സ്ഥിരമായി ഫലമെടുക്കുന്നവർ हमसे निजात का जरिया बना लेंगे
ഒരു താല്പര്യത്തോടുകൂടി ഇതിനായി പരിശ്രമിക്കുന്നവരാണ്. खत्म करने वाले हैं, അതിനാൽ ഈ റംലാനെ റഹ്മത്തിന്റെയും गुनाहों से हमेशा के लिए പൊറുക്കലിനെയും കരസ്ഥമാക്കാനും നരകത്തിൽ നിന്ന് മോചനത്തിനായും ഉപയോഗിക്കുന്നവർ ഭാഗ്യവാന്മാരാണ്. जो हमेशा बुराइयों से दूर रखने वाला और हमेशा नेकी നമ്മുടെ ബലഹീനതകളെ वाला बन जाए। അകറ്റുന്നവരായി बुराइयों നാം മാറണം. हमारे दिलों में ऐसी തിന്മകളിൽ നിന്ന് രക്ഷപ്പെടുന്നവരായി നാം മാറണം. हमें इन बुराइयों की तरफ ഈ റമദാൻ എപ്പോഴും തിന്മയിൽ നിന്നും നമ്മെ അകറ്റുന്ന നായിക കല്ലായി മാറട്ടെ. നന്മയിലേക്ക് നമ്മെ കൊണ്ടുപോകുന്നതാകട്ടെ. ताला के कुर्ब का जरिया തിന്മയോടുള്ള വെറുപ്പ് നമ്മുടെ മനസ്സിൽ बातों का हसूल ഉണ്ടാക്കുകയും ये सच्ची तौबा തിന്മയിലേക്ക് ഒരിക്കലും ചായാത്തൊരവസ്ഥ അത് മുഖേന ഉണ്ടാകുകയും ചെയ്യട്ടെ. बारे में യഥാർത്ഥ തൗബയിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിയട്ടെ. तौबा दरअसल അള്ളാഹുവിന്റെ സാമീപ്യം എപ്പോഴും നൽകുന്ന തൗബയായി അത് മാറട്ടെ. अला अखलाक और ഇത് എങ്ങനെ കരസ്ഥമാക്കാൻ സാധിക്കും? ताला के करीब होना है। ശരിയായ തൗബ എങ്ങനെ ചെയ്യാൻ സാധിക്കും? सही किरदार അത് എപ്പോഴും തിന്മയിൽ നിന്ന് നമ്മെ അകറ്റുന്നതായിരിക്കും. ഇത് സംബന്ധമായി ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, തൗബ യഥാർത്ഥത്തിൽ സ്വഭാവ സംസ്കരണത്തിൽ ഏറ്റവും അനിവാര്യമായ ഒന്നാണ്. ഉന്നത ധാർമ്മിക നിലവാരത്തിൽ എത്താനും के सही സൽസ്വഭാവത്തിന്റെ ഉടമസ്ഥരാകുന്നതിനും उसके लिए जरूर തൗബയാണ് ഫലപ്രദമായി തീരുന്നത്. तौबा करे। അത് മുഖേനയാണ് പുരോഗതി കൈവരിക്കുന്നത്. शरायत हैं ഇതാണ് സഹായിയായി തീരുന്നത്. പറയുന്നു, ഇത് മനുഷ്യനെ പൂർണ്ണനാക്കുന്നു. मील के सच्ची तौबा जिसे तौबा तो नसूह ആരാണ് തന്റെ ദുസ്വഭാവങ്ങളെ മാറ്റാൻ ആഗ്രഹിക്കുന്നത്? फरमाया അവൻ നിർബന്ധമായും സത്യഹൃദയത്തോടും ദൃഢനിശ്ചയത്തോടും കൂടി ശരിയായ തൗബ ചെയ്യുക. തൗബക്ക് 3 നിബന്ധനകൾ പാലിക്കേണ്ടതാണെന്ന് മനസ്സിലാക്കണം. തൗബ എന്ന് പറഞ്ഞാൽ തൗബ ആയിരിക്കുകയില്ല. असल बात ये है ഈ 3 നിബന്ധനകളും പാലിക്കാതെ തൗബത്തു നുസൂഹ് എന്ന് പറയുന്ന തൗബ ആയിത്തീരുകയില്ല. अमल में ആ നിബന്ധനകൾ ഇവയാണ്. हर एक फेल ഒന്നാമത്തെ നിബന്ധന, അതിന് അറബിൽ ഇഖ്ലാഖ് എന്നാണ് പറയുക. ദുഷിച്ച ചിന്തകളെ അകറ്റുക. और तसव्वुरात അവയാണ് തെറ്റുകൾ ചെയ്യാൻ പ്രേരണ നൽകുന്നത്. ചിന്തകൾ किसी औरत से कोई नाजायज ताल्लुक കർമ്മങ്ങളെ വളരെയധികം സ്വാധീനിക്കുന്നു എന്നത് ശരിയാണ്. കാരണം കർമ്മം രംഗത്ത് വരുന്നതിന് മുമ്പേ ഓരോ പ്രവൃത്തിയും തന്നെ ആദ്യം മനസ്സിൽ അതിനെക്കുറിച്ച് ഒരാശയം വരുന്നു. कहा है അതിനാൽ തൗബയുടെ ആദ്യത്തെ നിബന്ധന എന്നത് ദുഷിച്ച ചിന്തകളും തെറ്റായ ആശയങ്ങളും മനസ്സിൽ നിന്ന് നീക്കം ചെയ്യുക. ഉദാഹരണമായി, ഒരു സ്ത്രീയോട് ഒരാൾ അവിഹിത ബന്ധം പുലർത്തുന്നുണ്ടെങ്കിൽ ഇനി അവൻ പശ്ചാത്തപിച്ച് മടങ്ങാൻ ഉദ്ദേശിച്ചാൽ ആദ്യം അവൻ ചെയ്യേണ്ടത് ആ സ്ത്രീയെ വിരൂപമായി മനസ്സിൽ കൊണ്ടുവരണം എന്നതാണ്. लज्जात का मुजिब होते हैं जो उस ख्यालात അവളുടെ എല്ലാതും समझे जाते അധമമായ ചേഷ്ടകളും പ്രവർത്തികളും മനസ്സിൽ കൊണ്ടുവന്ന് ഉറപ്പുണ്ടാക്കുക. ഞാൻ പറഞ്ഞതുപോലെ ചിന്തകളുടെ സ്വാധീനം വളരെ ശക്തമാണ്. സൂഫികളുടെ സംഭവ കഥകളിൽ നിന്ന് ഞാൻ വായിച്ചിട്ടുള്ളത്, അവർ തങ്ങളുടെ ചിന്തകളിൽ മനുഷ്യനെ കുരങ്ങുകളും പന്നികളുമാക്കി ചിത്രീകരിച്ചിട്ടുണ്ട്. मगर बदबख्त इंसान उसको मुअत्तल छोड़ देता है। बस गुनाह और बदी के इर्तिकाब पर ചുരുക്കത്തിൽ ഏത് രീതിയിൽ ഓരോന്നിനെ കുറിച്ച് ചിന്തിക്കുന്നുവോ അതേ നിറം അവരിൽ കുടിയിറങ്ങുന്നു. അതിനാൽ അതിനെക്കുറിച്ചുള്ള തെറ്റായ ചിന്തകളെ പിഴുതെറിയുക. ഇതാണ് ഒന്നാമത്തെ നിബന്ധന. രണ്ടാമത്തെ നിബന്ധന നദം അഥവാ ലജ്ജ. ഓരോരുത്തരുടെയും കോൺഷ്യസ് ഓരോ തിന്മയെക്കുറിച്ചും അവൻ സൂചന बस जबकि खुद जिंदगी में നൽകുന്നു ഇത് തിന്മയാണെന്ന്. എന്നാൽ മനുഷ്യൻ അതിനെ അവഗണിക്കുകയാണ് ചെയ്യുന്നത്. തെറ്റും പാപവും ചെയ്യുമ്പോൾ ലജ്ജ ഉണ്ടാകണം. ഈ അനുഭൂതികളിൽ താൽക്കാലികമാണെന്നും അല്പം നാളത്തേക്കാണെന്നും കരുതുക. ഓരോ പ്രാവശ്യം അതിൽ മങ്ങലേൽക്കുകയും ചെയ്യുന്നു, അതിൽ കുറവ് വരുന്നു. ഏതുവരെ എന്നാൽ വാർദ്ധക്യത്തിൽ തങ്ങളുടെ ശക്തികളെല്ലാം ക്ഷയിക്കുന്ന അവസരത്തിൽ ഈ ഭൗതിക ആനന്ദാനുഭൂതികളെ സർവ്വതും കൈവിടേണ്ടതായി വരുന്നു. അതിനാൽ ഈ ജീവിതത്തിൽ തന്നെ എല്ലാ करेगा കൈവിടേണ്ടി വരുമ്പോൾ അത് ചെയ്യുന്നത് കൊണ്ട് എന്ത് ലഭിക്കാനാണ്? തൗബയിലേക്ക് इससे कतन जायल होकर अखलाक ചായുന്നവൻ സൗഭാഗ്യവാനാണ്. ആദ്യം ഇഖ്ലാഖിന്റെ ചിന്ത അവനിൽ ഉണ്ടായിത്തീരണം. ദുശ്ചിന്തകളും ദുരാഗ്രഹങ്ങളും പിഴുതെറിയുക. ഈ അഴുക്കും അശുദ്ധിയും പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ फरमाया अन्नल कुव्वत लिल्लाह താൻ ചെയ്തതോർത്ത് ലജ്ജിക്കുക. മൂന്നാമത്തെ നിബന്ധന ദൃഢനിശ്ചയമാണ്.
അതായത് ഭാവിയിൽ ഒരിക്കലും ഈ തെറ്റ് ചെയ്യുകയില്ലെന്ന ദൃഢനിശ്ചയം എടുക്കുക. അതിൽ സ്ഥിരചിത്തത കാണിച്ചാൽ അള്ളാഹു അങ്ങനെയുള്ള വ്യക്തിക്ക് ശരിയായ തൗബക്കുള്ള അവസരം നൽകുന്നതാണ്. ഏതുവരെ എന്നാൽ തിന്മകൾ അവനിൽ നിന്നും അകന്ന് സൽസ്വഭാവവും സുത്യർഹമായ പ്രവൃത്തിയും അവനിൽ ഉണ്ടായിത്തീരുന്നതാണ്. ധാർമ്മിക സ്വഭാവത്തിലുള്ള വിജയമാണിത്. ഇതിൽ ശക്തി നൽകുക എന്നത് അള്ളാഹുവിന്റെ പ്രവൃത്തിയാണ്. കാരണം സർവശക്തി പ്രഭാവങ്ങളുടെയും ഉടമസ്ഥൻ അവനാണ്. അവൻ പറയുന്നു, അന്നൽ ഖുവ്വത്തലില്ലാഹി ജമിഅ, എല്ലാ ശക്തിയും അള്ളാഹുവിനാണുള്ളത്. മനുഷ്യൻ ബലഹീനനാണ്. അവന്റെ സൃഷ്ടിപ്പ് തന്നെ ബലഹീനതയിലാണ്. ഖുലിഖൽ ഇൻസാനു ളഈഫ, ഇതാണ് മനുഷ്യന്റെ യാഥാർത്ഥ്യം. അതിനാൽ അള്ളാഹുവിൽ നിന്നും ശക്തി കൈവരിക്കാൻ മുൻപറഞ്ഞ കാര്യങ്ങളെ പൂർണ്ണതയിലെത്തിച്ച് മനുഷ്യൻ അലസതയും മടിയും ഉപേക്ഷിക്കുക. എപ്പോഴും ഊർജ്ജസ്വലനായിക്കൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. അള്ളാഹു സ്വഭാവ സംസ്കരണം വരുത്തുന്നതാണ്. ഇത് ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ നിർദ്ദേശമാണ്. ഞങ്ങൾ ഇന്ന തിന്മയിൽ നിന്നും രക്ഷപ്പെടാനായി ദുആ ചെയ്തു. ആ തിന്മകളിൽ നിന്നും ഞങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല എന്ന് ചിലർ പറയാറുണ്ട്. അവർ പറയുന്നു, അള്ളാഹു നമ്മുടെ ദുആ കേട്ടില്ല. ചില മാതാപിതാക്കൾ വിഷമിക്കാറുണ്ട്. കുട്ടികളിലും യുവാക്കളിലും ദുസ്വഭാവങ്ങൾ ഉണ്ടാകുന്ന കാരണത്താൽ അവർ വിഷമിക്കുന്നു. അവർ പറയുന്നു, ഞങ്ങളുടെ ദുആ അള്ളാഹു കേൾക്കുന്നില്ല, ദുആ സ്വീകരിക്കപ്പെടുന്നില്ല. ഇത് പറയുന്നത് ശരിയല്ല. ദുആ സ്വീകരിക്കാനായി ചില നിബന്ധനകളുണ്ട്. അത് നാം പാലിക്കേണ്ടതാണ്. അതിൽ ചില ഷർത്തുകളുണ്ട്. അത് പൂർത്തിയാക്കേണ്ടതാണ്. 4 ദിവസം ദുആ ചെയ്തിട്ട് ദുആ സ്വീകരിച്ചില്ല എന്ന് പറയുന്നത് തന്റെ കഴിവുകേടിനെ അള്ളാഹുവിൽ ആരോപിക്കുന്നതിന് തുല്യമാണത്. ഏതായിരുന്നാലും ഞാൻ ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം വിവരിച്ച തിന്മയിൽ നിന്നും രക്ഷപ്പെടാനുള്ള മാർഗം, തൗബ സ്വീകരിക്കുന്ന മാർഗം എന്താണെന്ന് വിവരിക്കുകയാണ്. ഉദ്ധരണി ഞാൻ കേൾപ്പിച്ചു. പറയുന്നു, തൗബ ചെയ്യാനും തിന്മയിൽ നിന്ന് രക്ഷപ്പെടാനും ചില അവശ്യ കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ചില പ്രയത്നം ചെയ്യണം. ചില രീതികൾ അവലംബിക്കേണ്ടതായിട്ടുണ്ട്. അത് ചെയ്യുമ്പോഴാണ് ഫലം ഉണ്ടാവുക. തിന്മയിൽ നിന്നും രക്ഷപ്പെടാനുള്ള ദുആ സ്വീകരിക്കപ്പെടുന്നതും ചില കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ്. ഒന്നും ചെയ്യാതെ ദുആ മാത്രം ചെയ്ത് അള്ളാഹു സ്വീകരിച്ചില്ല എന്ന് പറയുകയും താൻ പാപിയായി തന്നെ ഇരിക്കാനാണ് ദൈവം ഇച്ഛിക്കുന്നത് എന്നും പറയുന്നതും ശരിയല്ല. ദുഷ്പ്രവർത്തികളെ ഒഴിവാക്കി കർമ്മങ്ങളെ ശരിയാക്കാനായി ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നത് 3 കാര്യങ്ങൾ മനുഷ്യൻ ചെയ്യണമെന്നാണ്. എന്നിട്ട് ദുആ ചെയ്താൽ അത് സഹായിയായിത്തീരും. ആ തിന്മകൾ അകലുന്നതാണ്. ശരിയായ തൗബക്ക് വേണ്ടത് ഉദ്ധരണിയിൽ വായിച്ചതുപോലെ മോശമായ ചിന്തകളിൽ നിന്നും തന്റെ മനസ്സിനെ സ്വതന്ത്രമാക്കുക. ഏതെങ്കിലും തിന്മയെക്കുറിച്ചുള്ള ആനന്ദമാണ് ആദ്യം മനസ്സിൽ വരുന്നത്. അപ്പോഴാണ് അത് മനുഷ്യൻ ചെയ്യുന്നത്. മസ്തിഷ്കത്തിൽ തിന്മയെക്കുറിച്ചും അതിലെ ആനന്ദത്തെക്കുറിച്ചും ഒന്നുമില്ലെങ്കിൽ ആ തിന്മ അവൻ ചെയ്യില്ല. അതിനെക്കുറിച്ചുള്ള ചിന്ത വരുന്നതിന് ശേഷം, അതിനെക്കുറിച്ചുള്ള ആനന്ദം മനസ്സിൽ വന്നതിന് ശേഷമാണ് തിന്മ ചെയ്യുന്നത്. അതിനാൽ പ്രഥമ ദൗത്യം മനുഷ്യന് തിന്മയിൽ നിന്ന് രക്ഷപ്പെടാൻ ചെയ്യാനുള്ളത് തന്റെ മസ്തിഷ്കത്തെ ദുശ്ചിന്തകളിൽ നിന്നും താൽക്കാലിക ആനന്ദാനുഭൂതികളിൽ നിന്നും മോഹങ്ങളിൽ നിന്നും പരിശുദ്ധമാക്കുക എന്നതാണ്. അതിനുദാഹരണം നൽകിയത് ഇപ്രകാരമാണ്. ഒരു സ്ത്രീയോട് അവിഹിത ബന്ധമുണ്ടെങ്കിൽ, അവരുമായി സൗഹൃദ ബന്ധം ഉണ്ടെങ്കിൽ, അങ്ങനെയുള്ള സ്ത്രീയെക്കുറിച്ച് നല്ല ചിന്തകൾ മനസ്സിൽ കൊണ്ടുവരുന്നതിന് പകരം മോശമായ ചിന്തകൾ കൊണ്ടുവരിക. അവളിൽ സൗന്ദര്യത്തെയും ഗുണങ്ങളെയും അന്വേഷിക്കാതെ അവളെക്കുറിച്ച് വിരൂപവും ഭീകരവുമായ ചിന്തകൾ കൊണ്ടുവരിക. ദുർഗുണങ്ങളെക്കുറിച്ച് ചിന്തിക്കുക. വളരെയധികം വെറുക്കപ്പെടുന്ന രൂപം മനസ്സിൽ കൊണ്ടുവരിക. അപ്പോഴാണ് അതിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയുക.
രണ്ടാമത്തെ നിബന്ധന പറഞ്ഞത് നിങ്ങളുടെ സൽപ്രകൃതത്തെ ഉണർത്തുക. फिर ही बुराई से बच सकोगे. ഏതെല്ലാം തിന്മകളിലാണ് ഞാൻ അകപ്പെട്ടു പോയത് എന്ന് ചിന്തിക്കുക. इरादा हो कि मैंने इस बुराई के करीब ही नहीं जाना. തന്റെ അവസ്ഥയിൽ इस इरादे पर कायम रहने की ലജ്ജ ഉണ്ടായിരിക്കണം, कर रहे होगे. നാണിക്കണം തന്റെ പ്രവർത്തനത്തെ ഓർത്ത്. ഈ അവസ്ഥ കൈവരിച്ചാൽ തിന്മയിൽ നിന്ന് രക്ഷപ്പെടുന്നതാണ്. और बुराइयों से बचने के लिए പറയുന്ന മൂന്നാമത്തെ കാര്യം फिर सुनता है. ദൃഢനിശ്ചയം ഉണ്ടായിരിക്കണം എന്നതാണ്. दुआओं ഈ തിന്മയുടെ അടുത്ത് പോലും ഞാൻ ഇനി പോകില്ല. ഈ നിശ്ചയദാർഢ്യത്തിൽ അടിയുറച്ചു നിൽക്കുകയാണെങ്കിൽ गलत कामों और बुराइयों में मुलव्वस रहे. അള്ളാഹു ശരിയായ തൗബക്കുള്ള അവസരം നൽകുന്നതാണ്. अल्लाह ताला से दुआ कर ली. തിന്മയിൽ നിന്ന് രക്ഷപ്പെടാനും ദുആകൾ സ്വീകരിക്കാനും ഇത് കാരണമായി തീരും. ഇവിടെ जाहिर कर रहा ദുആകൾ ചെയ്യുന്നതിന് മുമ്പേ है दुआ പ്രവൃത്തി नहीं की गई. ചെയ്യേണ്ടിയിരിക്കുന്നു എന്ന് वो नेक ഇവിടെ കാണിക്കുന്നു. जो कॉन्शियस है, രാവും പകലും अंदर छुपा हुआ, തെറ്റുകൾ ചെയ്യുകയും उसने किसी ദുഷ്പ്രവർത്തനങ്ങളിൽ വ്യാപൃതരാകുകയും എന്നിട്ട് എപ്പോഴെങ്കിലും വന്ന് അള്ളാഹുവെ എന്നെ രക്ഷിക്കണം എന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമായില്ല. दुआ की तरफ वक्ती ഈ പ്രവർത്തനം തന്നെ കാണിക്കുന്നത് ദുആ വേണ്ട രീതിയിൽ ചെയ്തിട്ടില്ല എന്നതാണ്. സൽപ്രകൃതം അഥവാ കോൺഷ്യസ് एहसास को അത് മനുഷ്യന്റെ അകത്ത് ഒളിഞ്ഞിരിക്കുന്നു. അത് എപ്പോഴെങ്കിലും തട്ടിയുണർത്തി നമ്മോട് പറയും, हालत तो ना बुरा നിന്റെ അവസ്ഥ എന്താണെന്ന് ചിന്തിക്കൂ. നീ ना दुआ का हक अदा करने वाला, ഇത്രയും അധമമായ അവസ്ഥയിൽ കഴിയുകയല്ലേ. बल्कि ये ഈ ചിന്ത വരുമ്പോൾ ദുആയിലേക്ക് നമ്മളെ ശ്രദ്ധയുണ്ടാകുന്നു. को എന്നാൽ ഏതെങ്കിലും തിന്മ മുന്നിൽ കാണുമ്പോൾ किसी അവന്റെ മനസ്സിൽ വന്ന ആ നന്മയിലേക്കുള്ള പ്രയാണത്തെ അത് ഇല്ലാതാക്കുന്നു. ലജ്ജയെ തിന്മ കീഴ്പ്പെടുത്തുന്നു. അങ്ങനെയുള്ള അവസ്ഥ ഒരിക്കലും തിന്മയിൽ നിന്ന് രക്ഷിക്കില്ല. अपनी दुआओं की ദുആയുടെ കടമ നിറവേറ്റുന്നതായി മാറുകയുമില്ല. ഇത് ദുആയോടുള്ള ഒരു അവഹേളനമാണ്. जो करने की അള്ളാഹുവിനെ നിർബന്ധിക്കുന്ന ഒരു അവസ്ഥയാണ്. अल्लाह ताला അള്ളാഹു നിർബന്ധത്തിന് വിധേയനാവുകയില്ല. അതിനാൽ അങ്ങനെ ചെയ്യുന്നവർ മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിന്റെ പൊറുക്കലിൽ നിന്നും ഫലമെടുക്കണമെങ്കിൽ അവന്റെ അനുഗ്രഹങ്ങൾ കരസ്ഥമാക്കണമെങ്കിൽ हमसे इस बात का तकाजा नहीं करती कि हम खुद भी अल्लाह ताला की തന്റെ ദുആയുടെ ഫലം കാണണമെങ്കിൽ बख्शिश और रहमत को हासिल തന്റെ അവസ്ഥ ശരിയാക്കിക്കൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞതുപോലെ തന്റെ ദാസരോട് വളരെയധികം കരുണ ചെയ്യുന്നവനാണ് അള്ളാഹു. എപ്പോഴും തന്റെ കാരുണ്യത്തിന്റെ വിരിപ്പ് കൊണ്ട് ദാസരെ മൂടാൻ അവൻ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. उसकी वसी അള്ളാഹു പറഞ്ഞ കാര്യങ്ങളനുസരിച്ച് പ്രവർത്തിച്ച് അവന്റെ हमारी तौबा പൊറുക്കലും तौबा हो. കാരുണ്യ കടാക്ഷം കരസ്ഥമാക്കാൻ നമ്മെ ഇവയെല്ലാം പ്രേരിപ്പിക്കുന്നില്ലേ? हज़रत मसीह യഥാർത്ഥ വിശ്വാസികൾക്ക് ലഭിക്കുന്ന ആ കാരുണ്യം കരസ്ഥമാക്കുന്നവരായി നമ്മൾ മാറേണ്ടതല്ലേ? हमेशा जिक्र करो. അവന്റെ जिस तरह भागने वाला शिकार जब जरा सुस्त हो जावे, പ്രീതി കരസ്ഥമാക്കാൻ നമ്മൾ ശ്രമിക്കേണ്ടതല്ലേ? इसी तरह खुदा അള്ളാഹുവിന്റെ പ്രവിശാലമായ കാരുണ്യം ഉണ്ടായിട്ടും അവന്റെ കോപത്തിന് പാത്രമാകുന്ന പ്രവർത്തികളിൽ നിന്നും വിട്ടുനിൽക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നില്ലേ? ताला रखो. നമ്മുടെ തോബ യഥാർത്ഥ തോബയായിരിക്കട്ടെ. അവന്റെ മുമ്പിൽ എപ്പോഴും കൊമ്പിടുന്നവരായി നാം മാറട്ടെ. ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, നിങ്ങളുടെ പ്രവർത്തനത്തെ ശരിയാക്കുക, അള്ളാഹുവിനെ എപ്പോഴും സ്മരിച്ചുകൊണ്ടിരിക്കുക, അലസത കാണിക്കരുത്. को भी मुतहर ഓടുന്ന വേട്ടമൃഗം അല്പം ക്ഷീണിച്ചാൽ വേട്ടക്കാരന്റെ കരങ്ങളിൽ അമരുന്നത് പോലെ അള്ളാഹുവിന്റെ ദിക്റിൽ അലസത കാണിക്കുന്നവർ ശൈത്താന്റെ പിടിയിൽ അമരുന്നതാണ്. और अगर वो सच्ची तौबा है തൗബയെ എപ്പോഴും ജീവിച്ചു നിർത്തുക, जो उम्दा जमीन അതിനെ മരിക്കാൻ അനുവദിക്കരുത്. ഏതൊരു അവയവമാണോ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അതേ പ്രയോജനം ചെയ്യുകയുള്ളൂ. तौबा में എന്നാൽ ഉപയോഗിക്കാതെ വിട്ടാൽ അത് ഒന്നിനും കൊള്ളരുതാത്തതായി തീരും. लालचें, ഇതേപോലെ തൗബയെയും ചലനാത്മകമാക്കി വെക്കുക, അത് നിഷ്ഫലമാകാതിരിക്കാൻ. माले बाने के हथियार इस्तिग़फार, तौबा ശരിയായ തൗബ ചെയ്തിട്ടില്ലെങ്കിൽ അത് പാറയിൽ വിതച്ച വിത്ത് പോലെയാണ്. ശരിയായ തൗബയാണെങ്കിൽ നല്ല മണ്ണിൽ വിതച്ച വിത്ത് പോലെയായിരിക്കും. അത് അതിന്റെ സമയത്ത് വിളവ് നൽകുന്നതാണ്. ഇക്കാലത്ത് തൗബ ചെയ്യാൻ വലിയ പ്രയാസങ്ങളുണ്ട്. ഭൗതിക താൽപര്യങ്ങൾ, ഭൗതിക ആനന്ദങ്ങൾ എല്ലാം മുമ്പിൽ വരുന്നു. നമ്മുടെ വിജയത്തിനുള്ള ആയുധം ഇസ്തിഗ്ഫാർ, തൗബ, മതപരിജ്ഞാനം, अल्लाह करे ദൈവമഹത്വം മുമ്പിൽ വെക്കൽ, वालों में शामिल हो. 5 നേര നമസ്കാരങ്ങൾ അനുഷ്ഠിക്കൽ എന്നിവയാണ്. നമസ്കാരം ദുആ സ്വീകാര്യതയുടെ താക്കോലാണ്. നമസ്കരിക്കുമ്പോൾ ദുആ ചെയ്യുക, അശ്രദ്ധ കാണിക്കരുത്. എല്ലാത്തരം തിന്മകളിൽ നിന്നും
അത് ദൈവത്തോടുള്ള കടപ്പാടുമായി ബന്ധപ്പെട്ടതായാലും സൃഷ്ടികളോടുള്ള കടപ്പാടായി ബന്ധപ്പെട്ടതായാലും നിങ്ങൾ വിട്ടുനിൽക്കുക. അള്ളാഹു നമ്മെ യഥാർത്ഥ തൗബ ചെയ്യുന്നവർ ഉൾപ്പെടുത്തട്ടെ. എപ്പോഴും അള്ളാഹുവിന്റെ ഫദ്ലിനെ കരസ്ഥമാക്കുന്നവരായി മാറട്ടെ. റംലാനുമായി ബന്ധപ്പെട്ട എല്ലാ അനുഗ്രഹങ്ങളും കരസ്ഥമാക്കുന്നവരിൽ നാം ഉൾപ്പെടട്ടെ. ജുമാ നമസ്കാരത്തിന് ശേഷം 3 ജനാസ ഗായിബ് നമസ്കാരം ഞാൻ നമസ്കരിപ്പിക്കുന്നതാണ്. ഒന്നാമത്തെ ജനാസ നമ്മുടെ മുഹമ്മദ് ഇംതിയാസ് അഹമ്മദ് സാഹിബ് നവാബ് ഷായുടേതാണ്. ജൂലൈ 14 അദ്ദേഹം ഷഹീദാക്കപ്പെട്ടു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇദ്ദേഹത്തിന്റെ വയസ്സ് 39 ആയിരുന്നു. വൈകുന്നേരം 4:30 മണിക്ക് അജ്ഞാതരായ ബൈക്ക് യാത്രികർ ഇദ്ദേഹത്തിന്റെ ഷോപ്പിൽ വന്നു. അങ്ങനെ വെടിവെച്ച് ഷഹീദാക്കി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. മുഹമ്മദ് ഇംതിയാസ് അഹമ്മദ് സാഹിബ് നവാബ് ഷായിൽ പെട്ട തന്റെ കടയുടെ മുമ്പിൽ നിൽക്കുകയായിരുന്നു. അജ്ഞാതരായ 2 പേർ ബൈക്കിൽ വന്നു, ഫയറിംഗ് ചെയ്തു. അവർ ഓടിപ്പോയി. 3 വെടിയുണ്ടകളാണ് കൊണ്ടത്. 2 എണ്ണം തലയുടെ വലതുഭാഗത്ത് കൊണ്ട് ഇടതുഭാഗത്തൂടെ കടന്നുപോയി. 3-ാമത്തെ വെടി കൈക്ക് കൊണ്ടു. സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നവാബ് ഷായിൽ മതവിരോധം കാരണം ഇതുവരെ 9 ഷഹാദത്തുകൾ നടന്നിട്ടുണ്ട്. ഈ 2-3 വർഷത്തിനുള്ളിലാണ് ഇത് നടന്നത്. ഈ സംഭവത്തിന് 2-3 ദിവസം മുമ്പ് ഷഹീദ് മർഹൂമിനോട് അടുത്ത കച്ചവടക്കാരൻ പറഞ്ഞിരുന്നു, ചില എതിരാളികൾ താങ്കൾക്കെതിരിൽ ഗൂഢാലോചന നടത്തുന്നുണ്ട്. ഏതായിരുന്നാലും എത്ര സുരക്ഷ ഏർപ്പെടുത്തിയാലും രക്ഷപ്പെടാൻ കഴിയുന്നില്ല. ശത്രുക്കൾക്ക് അവസരം ലഭിക്കുന്നു. ഷഹീദ് മർഹൂമിന്റെ കുടുംബത്തിൽ അഹമ്മദിയത്ത് വന്നത് 1935 അദ്ദേഹത്തിന്റെ ഉപ്പാപ്പ ഷെയ്ഖ് മുഹമ്മദ്ദീൻ സാഹിബ് ഓഫ് അമൃത്സർ മുഖേനയാണ്. നിയമത്തുള്ള ഖാൻ സാഹിബ് വസീറാബാദ് മുഖേനയാണ് അദ്ദേഹം ബയ്യത്ത് ചെയ്തത്. 1947 അമൃത്സർ ഇന്ത്യയിൽ നിന്നും നവാബ് ഷാ പാകിസ്ഥാനിലേക്ക് ഇവരെ താമസം മാറ്റി. 1975 ഷഹീദ് മർഹൂം ജനിച്ചു. FSC വരെ പഠിച്ചു. അതിനുശേഷം പിതാവിനോടൊപ്പം ബിസിനസ്സിൽ ചേർന്നു. ജമാഅത്തി സേവനങ്ങൾ വളരെയധികം ചെയ്തിരുന്നു. ഷഹാദത്ത് നടക്കുന്ന സമയത്ത് ഹൽക്കയിലെ സദറായിരുന്നു. മഹ്മൂദ് ഹാദ് ഹൽക്കയിലെ സെക്രട്ടറി തഹരീഖ് ജദീദ്, സെക്രട്ടറി ഇസ്ലാഹ് ഇർഷാദ് ഷഹർ, ഖായിദ് ഖുദ്ദാമുൽ അഹമ്മദിയ, നവാബ് ഷാ ഷഹർ, നാസിം ഇസ്ലാഹ് ഇർഷാദ് ഇലാക്ക ജില്ല, നാസിം തഹരീഖ് ജദീദ് ജില്ല എന്നിവയെല്ലാം ആയിരുന്നു. നേരത്തെ അതായത് മുൻ സെക്രട്ടറി വഖഫ ജദീദ് സെക്രട്ടറി സിയാഫത്ത്, സെക്രട്ടറി ദഅവത്ത് ഇലല്ലാഹ് എന്നിവയെല്ലാമായിരുന്നു. ജമാഅത്തി സേവനത്തിൽ എപ്പോഴും തയ്യാറായിരുന്നു. ഏത് ജോലി ഏൽപ്പിച്ചാലും ഭംഗിയായി നിർവഹിക്കും. ഒരിക്കലും നിഷേധിച്ചിരുന്നില്ല. അതിസൽക്കാരം കേന്ദ്ര പ്രതിനിധികളെ പ്രത്യേകം പരിഗണിച്ചിരുന്നു. സൽപ്രകൃതം, ഖിലാഫത്തിനോട് പ്രത്യേക സ്നേഹം, പൂർണ്ണ അനുസരണം പുലർത്തുന്ന വ്യക്തിത്വം, 5 നേര നമസ്കാരവും തഹജ്ജുദും കൃത്യമായി അനുഷ്ഠിച്ചിരുന്ന വ്യക്തി, മൃദുല സമീപനം, മൃദുല ഭാഷണം, മാപ്പ് കൊടുക്കുന്ന ശീലം എല്ലാം ഉണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം ഖാദിയാൻ ജൽസയിൽ പങ്കെടുത്തിരുന്നു. ഷാദ് ദിവസം റംദാൻ മുബാറക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് പാവങ്ങൾക്ക് അരിസാധനങ്ങൾ സ്വന്തം ചെലവിൽ നൽകാനായി സ്വയം പാക്ക് ചെയ്ത് ഉച്ചവരെ 7 ആളുകൾക്ക് അത് വിതരണം ചെയ്ത് തിരിച്ചു വന്നതാണ്. ദുർവൃത്തരായ അജ്ഞാതർ അദ്ദേഹത്തെ വെടിവെക്കുകയുണ്ടായതിനു ശേഷം മൂസിയായിരുന്നു. മുൻ അമീറിന്റെ സഹോദരപുത്രനാണ്. ഉപ്പ ജീവിച്ചിരിപ്പുണ്ട്. ഭാര്യ
जो जामिया अहमदिया रबा में उस्ताद थे। ജമീല ഇംതിയാസ് സാഹിബ, അതേപോലെ തന്നെ 3 ആൺകുട്ടികളുണ്ട്. ഒന്ന് 10 വയസ്സ്, അബ്ദുൽ ബാസിദ് 9 വയസ്സ്, അബ്ദുള്ള 7 മാസം. जामिया में आपने बीए किया, രണ്ടാമത്തെ ജനാസ മുക്കറം में से तो फिर एमए अरबी किया, നസീർ അഹമ്മദ് അഞ്ചും സാഹിബിന്റേതാണ്. വഖഫെ ജിന്ദഗിയാണ്. जो जमात की तरफ से ജാമിയ അഹമ്മദിയ റബയിൽ ഉസ്താദാണ്, അധ്യാപകനാണ്. 1988 में 1981 മെട്രിക് പാസ്സായത്. അങ്ങനെ പിന്നീട് ജീവിതം വഖഫ് ചെയ്തു. में रहे। ജാമിയയിൽ പഠിക്കാനായി വന്നു. ജാമിയയിൽ BA ചെയ്തു. फिर तखस्സുस के लिए रबा പിന്നീട് MA അറബിക് ചെയ്തു. तखस्സുस के दौरान റഷ്യൻ ഭാഷയിലും അദ്ദേഹത്തെ ജമാഅത്ത് പഠിപ്പിച്ചിരുന്നു. और बाकायदा 1988 ജാമിയയിൽ നിന്നും ഷാഹിദ് ഡിഗ്രി കരസ്ഥമാക്കി ഫീൽഡിലേക്ക് ഇറങ്ങി വിവിധ ജമാഅത്തുകളിൽ നിന്നു. 1990 जिम्मेदारी को बात निभाते रहे। മത താരതമ്യ പഠനത്തിൽ ഉപരി പഠനത്തിനായി റബുവയിലേക്ക് വിളിപ്പിച്ചു. ഉപരിപഠനത്തോടൊപ്പം ജാമ്യയിൽ അധ്യാപകനായി ജോലി ചെയ്തു. കൃത്യമായി 18 ജൂലൈ 1999 മത താരതമ്യ പഠന അധ്യാപകനായി ജാമ്യയിൽ പ്രവേശിച്ചു. അവസാന ശ്വാസം വരെ ഈ കൃത്യം ഭംഗിയായി നിർവഹിച്ചു. बड़ा इल्म था, बड़ा गहरा ജാമ്യയിൽ നിന്നും പുറത്തിറങ്ങിയ ശേഷമുള്ള സേവനം 26 വർഷം നീണ്ടു നിൽക്കുന്നു. മത താരതമ്യ പഠനത്തിൽ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ യുവ പണ്ഡിതരിൽ ഉൾപ്പെട്ടിട്ടും ഒരു അതോറിറ്റി ആയിരുന്നു അദ്ദേഹം. और आखिर तक ये रहे। मजलिस इफ्ता और നല്ല അറിവുള്ള ആളായിരുന്നു. खुदावंद अहमदी നല്ല ഗഹനമായ അറിവുണ്ടായിരുന്നു. खुदों पे अपने खिदमत अंजाम दी। ജാമിയയിൽ അധ്യാപനത്തോടൊപ്പം വിവിധ വകുപ്പുകളിൽ പ്രവർത്തിക്കാൻ സാധിച്ചു. ഖസായിലെ പ്രഥമ മെമ്പർമാരിൽ, അതായത് ഖലീഫത്തുൽ മസീഹ് റാബി നിയമിച്ചവരിൽ അദ്ദേഹം ഉൾപ്പെട്ടിരുന്നു. അവസാനം വരെ അതിൽ നിലനിന്നു. മജ്ലിസ് ഇഫ്ത റിസർച്ച് സെൽ മെമ്പർ, ഖുദ്ദാൻ അഹമ്മദിയയിൽ വിവിധ സ്ഥാനങ്ങൾ അദ്ദേഹം അലങ്കരിച്ചിട്ടുണ്ട്. उसको समझाते और अगर कोई शख्स किसी जमाती फैसले शख्सियत के खिलाफ बात करने की कोशिश करता है उसको भी बड़ी हिकमत से അദ്ദേഹത്തിന്റെ ഒരു ഗുണമായി പറയുന്നത്, जलसा सलाना यूके में भी इनको शमूलियत വീട്ടുകാർ പറയുന്നു, നിസാമ ജമാഅത്തിനെതിരിൽ ഒന്നും കേൾക്കാൻ ഇഷ്ടപ്പെട്ടിരുന്നില്ല എന്നതാണ്. की थी जलसे पे। കുട്ടികളിൽ ആരെങ്കിലും ഭാരവാഹികൾക്കെതിരിൽ വല്ലതും സംസാരിച്ചാൽ തന്നെ അത് അവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുത്ത് അത് വേണ്ടെന്ന് പറയും. अल्लाह करे वीजा मिले ജമാഅത്തിന്റെ ഏതെങ്കിലും വ്യക്തിത്വത്തെക്കുറിച്ചോ വിധിയെക്കുറിച്ചോ ആരെങ്കിലും എതിർത്ത് സംസാരിച്ചാലും गैर मामूली ताल्लुक और प्यार ഉടനെ അദ്ദേഹം കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അതിനെ തടഞ്ഞിരുന്നു. और हकीकी सुल्तान ने ജൽസ സാരാന യുകെയിൽ പങ്കെടുത്തിരുന്നു. 2010 ഇവിടെ പ്രസംഗിച്ചിരുന്നു. हर जगह मजलिस में जाते थे और बड़ा ഇപ്രാവശ്യവും എനിക്ക് എഴുതിയിരുന്നു. ഞാൻ വിസയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്തിട്ടുണ്ട്. बड़े दलाइल से लोग വിസ കിട്ടുന്നതിന് വേണ്ടി ദുആ ചെയ്യണം. ആദ്യം റിജക്റ്റായി, വീണ്ടും അപേക്ഷിച്ചിട്ടുണ്ട്. ഖിലാഫത്തിനോട് പ്രത്യേക ബന്ധമായിരുന്നു. യഥാർത്ഥ സുൽത്താൻ നസീറിൽ ഉൾപ്പെട്ട വ്യക്തിയായിരുന്നു. इश्क था। തബ്ലീഗ് കാര്യത്തിൽ വലിയ താല്പര്യമായിരുന്നു. സദസ്സുകൾ സംഘടിപ്പിച്ചിരുന്നു. ഓരോ കാര്യത്തിലും നല്ല പരിജ്ഞാനമായിരുന്നു. और ये फिक्रमंद रहते थे कि ये कीमती खजाना लोग വിദ്യാസമ്പന്നരെ പോലും കാര്യങ്ങൾ പറഞ്ഞ് അംഗീകരിപ്പിക്കുമായിരുന്നു. ताकि लोग മകൾ എഴുതുന്നു, उनकी कुतुब से मुस्तफीद हो सकें। ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പ്രത്യേക സ്നേഹമായിരുന്നു. ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പുസ്തകങ്ങൾ വായിക്കുന്നതിൽ വളരെയധികം ശ്രദ്ധിച്ചിരുന്നു. ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പുസ്തകങ്ങളുടെ ഡിക്ഷണറി ഉണ്ടാക്കുകയായിരുന്നു. കാരണം ഈ അമൂല്യ നിധി ജമാഅത്തങ്ങളിൽ എത്തുന്നതിന് വേണ്ടിയായിരുന്നു അദ്ദേഹം ഇത് എഴുതിയിരുന്നത്. അങ്ങനെ ഈ പുസ്തകങ്ങൾ ജനങ്ങളിൽ പ്രയോജനപ്പെടുത്തുന്നതിന് ഇതിന് തുടക്കം കുറിച്ചിട്ടേ ഉണ്ടായിരുന്നുള്ളൂ അദ്ദേഹം. अल्लाह ताला करे ബഷീർ ഹയാത്ത് സാഹിബ് എഴുതുന്നു, നല്ല പ്രഭാഷകനായിരുന്നു. രാഹെ ഉദായിലും അതേപോലെ MTA പരിപാടികളിലും പങ്കെടുത്തിരുന്നു. വളരെ വ്യക്തമായ തെളിവുകളാണ് അദ്ദേഹം സമർപ്പിച്ചിരുന്നത്. तीसरा जनाजा है मुकर्रम शाहज़ादा मिर्ज़ा अनवर अहमद साहब का जो അള്ളാഹു इत्तलान हो के ഇദ്ദേഹത്തിന് മഗ്ഫിറത്ത് നൽകട്ടെ, പദവികൾ ഉയർത്തട്ടെ. के बेटे ഇങ്ങനെയുള്ള പ്രവർത്തിക്കുന്ന പണ്ഡിതരെ അള്ളാഹു ഇനിയും നൽകട്ടെ. इनकी वफात हुई है മൂന്നാമത്തെ ജനാസ മുക്കറം सोमवार को। സാഹിബ്സാദ മിർസ അൻവർ അഹമ്മദ് സാഹിബിന്റേതാണ്. അതിലത്തെ മുസ്ലിം റളിയല്ലാഹു മകനാണ്. ഉമ്മ നാസിർ സാഹിബ്. आपने 19 ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. की ख्वाहिश पर एग्रीकल्चर कॉलेज में दाखिल हो गए। 1944 മെട്രിക് പാസ്സായി. അതിലത്ത് മുസ്ലിം മൗദിന്റെ ആഗ്രഹപ്രകാരം അഗ്രികൾച്ചർ കോളേജിൽ പ്രവേശിച്ചു. ദറുസിയാഫത്തിലെ പഴയ ബിൽഡിംഗിൽ മസ്ജിദ് മുബാറക്കിന് മുമ്പിലുള്ളത്. अमीर भी आपके दौर में हुई। അതിന്റെ ഉത്തരവാദിത്തം മുസ്ലിം റളിയല്ലാഹു അൻഹു ഇദ്ദേഹത്തെ ഏൽപ്പിച്ചു.
ഇപ്പോഴുള്ള ദാറുൽ സിയാഫത്തിന്റെ തുടക്ക നിർമ്മാണം ഇദ്ദേഹത്തിന്റെ കാലത്താണ് നടന്നത്. 1982-83 വരെ അഫ്സർ ജൽസ ലങ്കർഖാനയായി സേവനമനുഷ്ഠിച്ചു. നായിബ് നാസിർ ഉമൂർ ആമയായി സേവനം ചെയ്തു. ഖലീഫത്തുൽ മസീഹ് സാനി തന്റെ ഭൂമിയുടെ നടത്തിപ്പ് ഇദ്ദേഹത്തെ ഏൽപ്പിച്ചു. വിവാഹം സാഹിബ്സാദി സഫിയ ബീഗം സാഹിബ മിർസ റഷീദ് അഹമ്മദ് സാഹിബിന്റെ മകളുമായിട്ടാണ് നടന്നത്. ഇദ്ദേഹം മിർസ സുൽത്താൻ അഹമ്മദ് സാഹിബിന്റെ മകനാണ്. 3 പെൺകുട്ടികളും ഒരാൺകുട്ടിയുമുണ്ട്. ഹദ്റത്ത് അമ്മാജാൻ റളിയല്ലാഹു തആല അൻഹ തന്റെ പേരക്കുട്ടികളുടെ വിവാഹത്തിൽ പങ്കെടുത്തിരുന്നു. ഇതിൽ അമ്മാജാൻ പങ്കെടുത്ത അവസാന വിവാഹം ഇദ്ദേഹത്തിന്റേതായിരുന്നു. ഡോക്ടർ നൂരി സാഹിബ് എഴുതുന്നു, കഴിഞ്ഞ 3 പതിറ്റാണ്ടായി ഇദ്ദേഹത്തിന് സേവനം ചെയ്യാൻ എനിക്ക് സൗഭാഗ്യം ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. മാന്യനും സ്നേഹിക്കുന്ന ആളും അതിഥി സൽക്കാര പ്രിയനുമായിരുന്നു. നല്ല ആതിഥേയനായിരുന്നു. ഒരു പ്രത്യേക ഗുണം നർമ്മം നിറഞ്ഞ സംസാരമായിരുന്നു. ഇത് കാരണം വിഷമിച്ചിരിക്കുന്ന സദസ്സുകളിലും ഇദ്ദേഹത്തിന്റെ നർമ്മം കാരണം അതിൽ ജീവൻ തിരിച്ചു കിട്ടുമായിരുന്നു. ഡോക്ടർ നൂറി സാഹിബ് എഴുതുന്നു, പാവപ്പെട്ട രോഗികൾക്ക് സഹായം നൽകാൻ താഹിർ ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ടായിരുന്നു. എനിക്ക് പണം നൽകി തിരിച്ചു പോകുമായിരുന്നു. ഞങ്ങളുടെ ഉമ്മയുടെ സഹോദരനായിരുന്നു. അതുകൊണ്ട് ഏതായാലും പ്രത്യേകമായ ഒരു ബന്ധമുണ്ടായിരുന്നു. എല്ലാ സഹോദരി സഹോദരന്മാരും തമ്മിലുള്ള ബന്ധമുണ്ടാകും. പക്ഷെ ഇദ്ദേഹത്തിന് പ്രത്യേകമായ ഒരു ബന്ധമായിരുന്നു. ഞങ്ങളുടെ വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് വന്നും പോയിക്കൊണ്ടിരുന്നു. ഈ ബന്ധത്തെ നിലനിർത്തി ഖലീഫയായതിനു ശേഷവും ഞാനുമായി പ്രത്യേക ബന്ധം നിലനിർത്തി ഫോൺ ചെയ്ത് ഈ ബന്ധം നിലനിർത്തിക്കൊണ്ടിരുന്നു. അള്ളാഹു അദ്ദേഹത്തോട് മഗ്ഫിറത്ത് കാണിക്കട്ടെ, പദവിയും ഉയർത്തട്ടെ. ഇദ്ദേഹത്തിന്റെ മക്കൾക്കും ഖിലാഫത്തിനോട് കൂറ് പുലർത്താൻ കഴിയട്ടെ. ഭാര്യ രോഗിയാണ്, അള്ളാഹു അവരോട് കരുണ ചൊരിയട്ടെ. ഞാൻ പറഞ്ഞതുപോലെ ജുമുഅ നമസ്കാരത്തിന് ശേഷം ഈ ജനാസ നമസ്കാരങ്ങൾ ഞാൻ നിർവഹിക്കുന്നതാണ്. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.